ഹലോ, വെൽക്കം മിക്സ് മേക്കർ സാർ. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് മായ്സിനെ പറ്റിയാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ എന്തോന്ന് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഇപ്പോൾ എൻ്റെ എല്ലാ വ്യൂവേഴ്സും എന്തോന്ന് ചെയ്യുക, വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഇതൊരു പഠനമാണ്, ആസ്ട്രോളജി പഠനമാണ്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ആസ്ട്രോളജി പഠിക്കാനും പറ്റും, അതുപോലെ വീഡിയോ കാണാനും പറ്റും. ആ ഒരു ഗുണം ഇതിൽ കിട്ടും. ഇതാണ് പറയുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്കൊരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഈ ഇടയ്ക്ക് ഒരു ജോത്സ്യനെ പൊക്കി. ഈ ഇടയ്ക്കൊരു രാജമുരാരി എന്ന് പറഞ്ഞൊരു ജോത്സ്യനെ പൊക്കിയ ശേഷം ഇന്നലെ എൻ്റെ നമ്പറിൽ നിന്ന് 2 പേര് തെറി വിളിക്കുന്നുണ്ട്. മെസ്സേജ് അയച്ച് തെറി വിളിച്ച് 2 അമ്മാവന്മാർ യുവന്മാർ തെറി വിളിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ചലഞ്ച് ചെയ്യുക ഇപ്പോൾ ഭയങ്കര ജാടയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്, ജ്യോതിഷം തെറ്റാണ്, ജ്യോതിഷം കള്ളമാണ്, ജ്യോതിഷന്മാർ പറ്റിപ്പനാണ് എന്നൊക്കെ പറയുന്നവന്മാരടുത്ത് എനിക്ക് ഒറ്റ കാര്യമേ പറയുള്ളൂ. നീയൊക്കെ ഒരു കാര്യം ചെയ്യും, നീയൊക്കെ എൻ്റെ അപ്പോയിൻമെൻ്റ് എടുത്ത് വാ. നിനക്ക് ഫ്രീ ആയിട്ട് ഞാൻ അപ്പോയിൻമെൻറ്റ് തരാം. പക്ഷേ ഒറ്റ കണ്ടീഷൻ, നിൻ്റെയൊക്കെ അപ്പോയിൻമെൻറ്റ് എടുക്കുന്ന സമയത്ത് നിൻ്റെയൊക്കെ എന്തോ ചെയ്യണം, നിൻ്റെയൊക്കെ അപ്പോയിൻമെൻറ്റ് എടുക്കുന്ന സമയത്ത് ലൈവായി, മീൻസ് ഞാൻ നിങ്ങൾ അപ്പോയിൻമെൻറ്റ് എടുക്കുന്ന റെക്കോർഡ്, വീഡിയോ റെക്കോർഡിനെടുത്ത് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യും. മനസ്സിലായില്ലേ? ഈ ചാനലിനടുത്ത് അപ്ലോഡ് ചെയ്യും. ഇത് ജനങ്ങൾക്ക് ഞാൻ കാണിച്ചു. ഇപ്പോൾ അവർ തീരുമാനിക്കട്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ചലഞ്ച് ഞാൻ ചങ്കുറപ്പ് എല്ലുറപ്പുള്ളവന്മാർ എന്തോന്ന് ചെയ്യുക, ഈ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ഇടുക, നിൻ്റെയൊക്കെ നമ്പർ ഉൾപ്പെടെ ഇടുക. ഒരു കണ്ടീഷൻ മാത്രം, നിങ്ങളെയൊക്കെ ഞാൻ നിങ്ങളെ അപ്പം എടുക്കുന്ന വീഡിയോ ഞാൻ എന്തോന്ന് ചെയ്യും, ചാനലെടുത്ത് അപ്ലോഡ് ചെയ്ത് ഞാൻ കാണിക്കും. മനസ്സിലായില്ലേ? അതാണ് ഞാൻ ചെയ്യാൻ പോണത്. അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ചലഞ്ചിൽ വരാനുള്ളവന്മാർക്ക് അതേ ഞാൻ ചെയ്യുന്നുള്ളൂ. മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. അത് ഈ ചങ്കുറപ്പും ഇപ്പം നിങ്ങളപ്പം എടുക്കുന്ന വീഡിയോ നിങ്ങളെ പെർമിഷനോടെ എടുത്താൽ ഇടാനുള്ള എല്ലുറപ്പുള്ളവന്മാർ മാത്രം എന്തോന്ന് ചെയ്യുക, ചങ്കുറപ്പുള്ളവന്മാർ ഈ പറയുന്ന പോലെ വരിക. നിങ്ങളപ്പം എടുക്കുന്ന കാര്യം, നിങ്ങളെ കുടുംബത്തിലുള്ള കാര്യം, നിങ്ങളെ അപ്പൻ്റെ നിങ്ങളെ കുടുംബം, നിങ്ങളെ തലമുറയുടെ, നിങ്ങളെ മുഴുവുള്ള കാര്യവും പറഞ്ഞ്, മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. നിങ്ങളെ കംപ്ലീറ്റ് ഡീറ്റെയിൽസിൻ്റെ കാര്യവും എന്തോന്ന് ചെയ്യും, ഇതിൽ അപ്ലോഡ് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ അതിന് താല്പര്യമുള്ളവന്മാർ മാത്രം വരിക, ചലഞ്ചിനായിട്ട് വരിക, ചലഞ്ച് ചെയ്യാൻ വേണ്ടി വരിക. ചലഞ്ചെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അത്രയേ ഉള്ളൂ. ശരി, നിങ്ങൾക്കൊന്നും പൈസ വേണ്ട, ഞാൻ ഫ്രീ ആയിട്ട് തരാം. അപ്പോയിൻമെൻറ്റ് 200 രൂപയും നിങ്ങൾ തരേണ്ട. അത്രയേ ഉള്ളൂ, ഫ്രീ. മനസ്സിലായില്ലേ? വിളിക്കാം. മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. വേറൊന്നുമില്ല. പിന്നെ നിങ്ങൾ ചിലവന്മാരുണ്ട്, ചലഞ്ച് ഒരുത്തൻ ചലഞ്ചാണെന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് ഇവൻ്റെ കുറേ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്ത്, ഇവൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്ത്, പറഞ്ഞപ്പോൾ ഇവന് വേറെ ഒന്നും ഓപ്ഷൻ ഇല്ല. അവസാനം ഇവൻ എന്തോന്ന് പറയാമോ, ഇവൻ പറഞ്ഞത് ഇവൻ്റെ വ്യാജ ടൈം പറഞ്ഞു, ഇവൻ ജനിച്ച ടൈം ഇവൻ ജനിച്ച നാളൊക്കെ മാറ്റി പറഞ്ഞു. അപ്പോൾ അങ്ങനെയും കുറേ ടീംസ് വേറുണ്ട്. അപ്പോൾ അവന്മാരുടെ എനിക്ക് പറയാനുള്ള കാര്യം, അങ്ങനെ നിങ്ങൾ ജനിച്ച ടൈമും സമയവും എല്ലാം മാറ്റി പറഞ്ഞ് നമ്മളെ കബളിപ്പിക്കാൻ നോക്കുന്ന ആൾക്കാരെ, അവന്മാരെ കണ്ടുപിടിക്കാനുള്ള ടെക്നോളജി ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. എല്ലാ ജ്യോതിഷന്മാരും അങ്ങനെയൊന്നും അല്ല. ഒരു ജ്യോതിഷം അങ്ങനെയാണെന്നും പറഞ്ഞ് എല്ലാവരും അങ്ങനെയാണെന്നുമില്ല. ജ്യോതിശാസ്ത്രം അത്ര പൊട്ടത്തിലാണെന്നൊക്കെ പറയുന്നവന്മാരടുത്ത് ഞാൻ ചലഞ്ച് ചെയ്യുന്നുണ്ട്, വാ. മനസ്സിലായില്ലേ? നിങ്ങളെയൊക്കെ നിങ്ങളുടെ കുടുംബക്കാര്യം, നിങ്ങളെ മറ്റിടത്തെ കാര്യവും നിങ്ങളൊന്നും എൻ്റെ അടുത്ത് പറയണ്ട. നിങ്ങളെപ്പറ്റി ഞാൻ അങ്ങോട്ട് പറഞ്ഞ് വീഡിയോ ഇട്ട് അപ്ലോഡ് ചെയ്യും. അത്രയേ ഉള്ളൂ. അതാണ് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ശരി, നമുക്ക് വീഡിയോ ഇട്ട് പോവാം. എന്താണ് ഈ ചൊവ്വയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്, ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൊവ്വയുടെ കാലകത്വമുള്ള കുറച്ച് ഇതുണ്ട്, റേഡിയേഷനുള്ള കുറച്ച് നക്ഷത്രങ്ങളുണ്ട്, കർമ്മയുള്ള. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മൂലമാണ്, 2 പറഞ്ഞാൽ കാർത്തികയാണ്, 3 രേവതിയാണ്, 4 പറഞ്ഞാൽ പൂയമാണ്. മനസ്സിലായി? ഇതിൽ പൂയം കുറേ സൂക്ഷിക്കേണ്ട കാര്യമുണ്ട്. അത് രാഹുവും ചൊവ്വയും വരുന്നുണ്ട്. ഇവർക്ക് ദേഷ്യം വന്നാൽ കൈ നിൽക്കത്തില്ല. അപ്പോൾ അത് നമുക്ക് പിന്നെ പറയാം. മനസ്സിലായില്ലേ? അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നക്ഷത്രക്കാര്യം, അപ്പോൾ ഈ ചൊവ്വയുടെ റേഡിയേഷനുള്ള ഈ നക്ഷത്രക്കാരുടെ വീട്ടിൻ്റെ ചുറ്റുപാടും ഈ പറയുന്ന പോലത്തെ ജോലി ഉള്ളവർ കാണും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയുമായി, റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ആൾക്കാർ കാണും. ഇല്ലെങ്കിൽ പറഞ്ഞ പോലെ ഗുണ്ട ടീംസ്. അപ്പോൾ ഈ ചൊവ്വയെ പറ്റി പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുണ്ട എന്ന് വേണമെങ്കിൽ പറയാം. ഗുണ്ടെന്ന് പറഞ്ഞാൽ നാട്ടിൽ കത്തി പിടിച്ചിട്ടാണ് ഗുണ്ടയൊന്നുമല്ല. ഈ നമ്മൾ സിനിമയിൽ കാണുന്ന പോലത്തെ ഗുണ്ടകളൊന്നുമല്ല. ഒരു വീട്ടിൽ ഗുണ്ടയാവാം, ഇല്ലെങ്കിൽ ഒരു ചെറിയൊരു ഗുണ്ട സ്വഭാവമുള്ള ആൾക്കാരായിരിക്കാം.
അങ്ങനെയൊക്കെ മനസ്സിലായില്ല. അങ്ങനെ പിന്നെ യുദ്ധം ചെയ്യുന്ന മേഖല, കാക്കി വസ്ത്രം ഇട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ്, പട്ടാള, മിലിറ്ററി എന്തോ ആവാം. പിന്നെ കരാട്ട, കുങ്ഫു ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർ. പിന്നെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത് ജിമ്മിൽ എപ്പോഴും വർക്കൗട്ട് ചെയ്ത് ബോഡി ഇങ്ങനെ റെഡിയാക്കിക്കുന്ന ആൾക്കാരുണ്ട് ഇവർ. അങ്ങനെ ഒരുപാട് കാറ്റഗറീസ് ഓഫ് ഉണ്ട്. ഇതൊക്കെയാണ് ചൊവ്വയുടെ നമുക്ക് പെട്ട അനലറ്റിക്സ്. പിന്നെ ഇവിടെ പൊക്കം എന്ന് പറഞ്ഞാൽ മീഡിയം ഹൈറ്റ് ആയിരിക്കും, മീഡിയം ഹൈറ്റ്. അത് മാത്രമല്ല ഇവിടെ ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രോങ് ആയിരിക്കും. ചിലരൊക്കെ ജിമ്മിൽ പോയാൽ മാത്രമേ കുറച്ചൊക്കെ മസിലൊക്കെ ഒന്ന് ബിൽഡ് ആവത്തുള്ളൂ. പക്ഷേ ഇവരങ്ങനെയല്ല. ഇത് ജനിക്കുമ്പോഴേ ഈ ജെനറ്റിക്സ് എന്നൊക്കെ പറയും, ജെനറ്റിക്സ് ബോഡി ബിൽഡ് ചെയ്യുന്നതെന്നൊക്കെ പറയില്ലേ, മനസ്സിലായില്ലേ? നല്ല യൂറോപ്യൻ ജെനറ്റിക്സ് എന്നൊക്കെ ചിലവന്മാർ പറയും. അങ്ങനെയൊന്നുമല്ല. ജനിക്കുമ്പോഴേ അത്യാവശ്യം ഫിസിക്കാലിറ്റി നല്ല. ഇപ്പം നമ്മൾ ആഫ്രിക്കയെ കണ്ടു നോക്കിയാൽ മതി, ആഫ്രിക്ക നീഗ്രോസിലൊക്കെ അത് ജനിക്കുമ്പോഴേ നല്ല ബോഡിയുണ്ട് അങ്ങനെ ആൾക്കാർ. പിന്നീട് അടി പിടി വെട്ട് കൂട്ടാ സ്കീം, ഇതാണ് ചൊവ്വയെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ വയലൻസ്, ഓവർ അഗ്രഷൻ, ചൊവ്വാദോഷം, ഇതെല്ലാം ഈ പറയുന്ന ചൊവ്വയുടെ റേഡിയേഷനിൽ വരും. ഞാൻ ഈ പറയുന്ന എല്ലാ കാര്യവും ചൊവ്വയുടെ റേഡിയേഷനിൽ വരും, മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. യുദ്ധം ചെയ്യുന്ന മേഖലയായാലും ഇപ്പം തീ, കത്തി, ഇരുമ്പ്, ചില വണ്ടികൾ, ചില ഫാക്ടറീസിൽ ഈ അങ്ങനത്തെ പരിപാടികളൊക്കെ, മിഷൻ വർക്കുകൾ, പിന്നെ ഈ വീട് വാസ്തു കാര്യങ്ങളൊക്കെ, റിയൽ എസ്റ്റേറ്റ്, പിന്നെ ഈ ബിൽഡിങ്, വീട് ഇതെല്ലാം നിർമ്മിക്കുന്ന ആൾക്കാർ, അങ്ങനെ എൻജിനീയറിങ്, വീട് വയ്ക്കാൻ സഹായിക്കുന്ന എൻജിനീയറിങ്, പിന്നെ എന്തോ ആയിക്കോട്ടെ, ഇതെല്ലാം വസ്തു വയ്ക്കുന്നവർ, വസ്തുവുമായി ബന്ധപ്പെട്ട് ഒരു ലാൻഡുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, മനസ്സിലായില്ലേ? ഇവർക്കെല്ലാവർക്കും ചൊവ്വയുടെ റേഡിയേഷൻ ഉള്ള ആൾക്കാരാണ്, മനസ്സിലായില്ലേ? പിന്നെ ചൊവ്വാദോഷം. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ റേഡിയേഷൻ ഇവർ ചുറ്റുപാട് എവിടെയെങ്കിലും കാണും, മനസ്സിലായില്ലേ? ഇതാണ് കാര്യം. ഓക്കെ. പിന്നെ ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇളയ സഹോദരന്മാരാണ്. പിന്നീട് ഇവരെ കൊണ്ട് ഈ ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്ന അസുഖം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് റിലേറ്റഡുള്ള അസുഖം, ഈ രക്തസംബന്ധമായ അസുഖം, തൊണ്ട സംബന്ധമായ അസുഖം, ഇതെല്ലാമാണ്, മനസ്സിലായില്ലേ? പിന്നെ ചൂട്, ഹീറ്റ് സംബന്ധമായ അസുഖങ്ങൾ, അങ്ങനെ ഇതേപോലത്തെ. പിന്നെ സമ്മർദ്ദം, ഇങ്ങനെ പലതുമുണ്ട്. അപ്പോൾ ചൊവ്വയുടെ റേഡിയേഷൻ ഇങ്ങനെയാണ്. ഇപ്പം ഞാൻ സ്പീഡും ഇതിൻ്റെ ഒരു ഇതാണ്, നല്ല സ്പീഡ് അങ്ങനെയൊക്കെ. പിന്നെ ഊർജ്ജം, നല്ല എനർജി ആയിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ചില ഹോട്ടലിലായാലും റെസ്റ്റോറൻറ്റിലായാലും ഈ സ്പീഡിൽ പണിയുന്ന ആൾക്കാരുണ്ട്, അവരെല്ലാം ഇതിൻ്റെ റേഡിയേഷനിൽ വരും. പിന്നെ യൂത്ത്, പുതിയ തലമുറ, ഈ ഇളയ സഹോദരന്മാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണായിരിക്കും, ഇളയതായാലും മൂത്തതായാലും ആണായിരിക്കും, അത് മാത്രമേ ഉള്ളൂ, മനസ്സിലായില്ലേ? അങ്ങനെ ഇങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? പിന്നെ ഇവിടെ ഫിസിക്കൽ എന്ന് വെച്ചാൽ ഒരു മീഡിയം ഹൈറ്റ് ആയിരിക്കും, നല്ല ചെസ്റ്റൊക്കെ വിരിഞ്ഞ് ഒരു അത്ലറ്റിക് ലുക്കായിരിക്കും. ഇപ്പോൾ ബ്രൂസ്ലി പോലെ ആയിരിക്കും, നല്ല അങ്ങനത്തെ അത് ജെനറ്റിക്, മനസ്സിലായില്ലേ? അങ്ങനെ ഇതൊക്കെയാണ് ഒരു ഫിസിക്കാലിറ്റി എന്ന് പറയുന്നത്. പിന്നീട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യമുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൊവ്വാദോഷം, ഈ റേഡിയേഷനുള്ള ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കൊക്കെ ഇവിടെ വീട്ടിൽ എവിടെയെങ്കിലും ചൊവ്വാദോഷമുള്ള ആൾക്കാർ കാണും, അങ്ങനെയൊക്കെ. അപ്പോൾ ഇതാണ് കാര്യം. ചൊവ്വ നെഗറ്റീവായി കഴിഞ്ഞാൽ ഗുണ്ട പണിക്ക് പോകും. ചൊവ്വ പോസിറ്റീവായി കഴിഞ്ഞാൽ മിലിറ്ററി, പോലീസ്, അത് നല്ല രീതിക്ക് യൂസ് ചെയ്യും ഇവിടെ ദേശമൊക്കെ. ചൊവ്വ പോസിറ്റീവായി ഇവിടെ ഡ്രസ്സൊക്കെ പണിയില്ല, നല്ല സ്പീഡായിട്ട് ചെയ്ത് യൂസ്. പിന്നെ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കാര്യം. ഇതാണ് ചൊവ്വയെ പറ്റി പറയാനുള്ളത്, മനസ്സിലായില്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധത്തിൻ്റെ രാജാവെന്ന് പറയാം. ദ കിങ് ഓഫ് വാർ, യുദ്ധമാണ് ഇവിടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത്. അടി പിടി വെട്ട് കുത്ത് യുദ്ധം ഇതൊക്കെ. അപ്പോൾ ചില ഗുണ്ടകളെ നമ്മൾ നോക്കിയാൽ മതി, ഈ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നം നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ യുദ്ധം നമ്മളെ പുരാണങ്ങളിലെ യുദ്ധം നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണ് ഈ യുദ്ധം ഇപ്പം അത് ലാൻഡ് സംബന്ധമായിട്ടാണ്, ഈ ലാൻഡ്, അങ്ങനെ. ഇതൊക്കെയാണ് ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നത്, മനസ്സിലായില്ലേ? ഓക്കെ. ഇതിൽ സൂക്ഷിക്കുള്ള പൂയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡേഞ്ചറാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ രാഹുവും ചൊവ്വയും വരുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് എല്ലാവരും ഈ പൂജ നക്ഷത്രക്കാർ എല്ലാവരും അങ്ങനെയാണെന്നല്ല, പഞ്ചപാവങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് ഇഷ്ടം പോലെ. അതിൻ്റെ അപ്പം പഞ്ചപാവങ്ങളെ കണ്ടിട്ടുണ്ട്. ദേഷ്യം എന്ന് പറയുന്ന സാധനമേ ഇല്ലാത്ത ആൾക്കാരെ കണ്ടിട്ടുണ്ട്,
അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇഷ്ടം പോലെ വരെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് ജനറലി നമ്മൾ നോക്കുമ്പോൾ ഹൊറോസ്കോപ്പിൽ ഇവരിൽ ഇങ്ങനെ വരാൻ സാധ്യത കൂടുതലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുവും ചൊവ്വയുണ്ട്, ഡേഞ്ചറാണ്, മനസ്സിലായില്ലേ? കാരണം ഞാൻ പറഞ്ഞ് യാഹു എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്, റൂൾ ബ്രേക്കറാണ്. ഇപ്പോൾ നമ്മൾ ഏത് സിനിമ, മോഹൻലാലിൻ്റെ ഒരു സിനിമ ഉണ്ടല്ലോ, സിനിമ, കിരീടമാണോ എന്ന് എനിക്കറിയില്ല. ആ സിനിമയ്ക്ക് നമ്മൾ നോക്കിയാൽ മതി, തിലകൻ മോഹൻലാലിൻ്റെ അടുത്ത് പറയും ഇടാൻ മോനെ കത്തി താഴെ ഇടാൻ പറയും, മോഹൻലാലിൻ്റെ അടുത്ത് തിലകൻ പറയും. അപ്പോൾ മോഹൻലാൽ കത്തി താഴെ ഇടും. അതും തിലകൻ ചുമ്മാ പറയുന്നൊന്നുമില്ല, തിലകൻ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് കത്തി താഴെ ഇടുന്നത്. അതുപോലെ ശിവൻ, ഈ ഭദ്രയാൾ ഇങ്ങനെ നല്ല ദേഷ്യത്തോടെ നല്ല ഉഗ്ര കോപിയായിട്ട് എല്ലാവരും വെട്ടിക്കൊന്ന് രക്തത്തിൽ കുളിച്ചൊക്കെ നിൽക്കുന്ന സമയമുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് സ്റ്റോറിയാണ്, മനസ്സിലായി? ഇത് റിയൽ സംഭവമൊന്നുമല്ല, സ്റ്റോറി. അത് മാത്രമേ ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ. എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഭദ്രകാളി എല്ലാ ആൾക്കാരെയും വെട്ടി കൊന്ന് ഇങ്ങനെ സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശിവൻ എന്തോന്ന് ചെയ്തു, ഭദ്രകാളിയുടെ ഫ്രണ്ടിൽ കയറി കിടന്നപ്പോൾ ഭദ്രകാളിയുടെ കാല് ശിവൻ്റെ നെഞ്ചിൽ പതിഞ്ഞു. അപ്പോൾ ഭദ്രകാളിക്ക് ദേഷ്യം വന്ന് കരഞ്ഞ് ഇമോഷണലായി. ആ ദേഷ്യം ഇവിടെ അറിയും. അപ്പോൾ ചൊവ്വയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൗണ്ടറി ഉണ്ട്. ഇവിടെ ദേഷ്യം വന്നാലും ഇവിടെ അമ്മയോ അച്ഛനോ വേറെ ആരെങ്കിലും വന്ന് പിടിച്ചു മാറ്റിയാൽ നിൽക്കും. രാഹു അങ്ങനെയല്ല, രാഹുവോ കേതോ ഒന്നും അങ്ങനെയല്ല. ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ നേരെ അങ്ങ് റിയാക്ട് ചെയ്ത് പറയും. അത് അമ്മയും നോക്കില്ല, അച്ഛനും നോക്കത്തില്ല, ദേഷ്യം വന്നാൽ കണ്ണ് കാണത്തില്ല. ചിലപ്പോൾ ഇപ്പം ഈ തിലകൻ്റെ കേസെടുത്ത് നമുക്ക് നോക്കാം. തിലകൻ മോഹൻലാലിൻ്റെ അടുത്ത് പറഞ്ഞിടാൻ മതി കത്തി തേടാൻ പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻ എന്തോ നീയും തിലകനെ കുത്തി കൊന്നിട്ട് നിൽക്കും. ഇതാണ് രാഹു എന്ന് പറയുന്നത്. അപ്പോൾ അച്ഛനോ അമ്മയോ കൂടപ്പിറപ്പോ അങ്ങനെയൊന്നും ഇവർക്കില്ല, മനസ്സിലായില്ല? ഇതാണ് രാഹു എന്ന് പറയണത്. ചൊവ്വയാണെങ്കിൽ നിൽക്കും, ദേഷ്യം ഉണ്ടാവും, അങ്ങനെ. അപ്പോൾ ഇത് പൂജത്തെയാണ് കൂടുതലും വേണത്, പൂജ നഷ്ടം സൂക്ഷിക്കണത്. ഇതെല്ലാവരും അല്ല. അപ്പോൾ ഇതാണ് കാര്യം. അപ്പോൾ ഞാൻ പറയുന്നത് ചൊവ്വയ്ക്കുന്ന പല രീതിയുണ്ട്. ഉച്ചമുണ്ട്, നീചമുണ്ട്, മൗഢ്യമുണ്ട്, വക്രമുണ്ട്, പല സ്റ്റേജും ഉണ്ട്, മനസ്സിലായില്ലേ? വർഗോത്തമരമുണ്ട്, പലതുമുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ചില ഈ നഷ്ടക്കാർ ചിലവർ നമ്മൾ കാണുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പൊതുവേ അയ്യോ സാറേ, മറ്റേ തെയ്യ സിനിമയിൽ ജോസഫ് വിജയെപ്പോലെ കാണിക്കും, അയ്യോ സാറേ എന്നൊക്കെ പറഞ്ഞ് ഞാനിവിടെ ബാഗ് നടത്തി പോയാണെന്നൊക്കെ ചുമ്മാ പറയും, മനസ്സിലായില്ലേ? എന്നിട്ട് സമയം കിട്ടുമ്പോൾ റിവഞ്ച് എടുക്കും. അങ്ങനത്തെ ചൊവ്വയുടെ ട്രഡീഷനുള്ള കാര്യമുണ്ട്, മനസ്സിലായില്ലേ? അങ്ങനെ ഇതാണ് കാര്യം. പിന്നെ ഇവർ ശുദ്ധന്മാരാണ്, മനസ്സിലായില്ലേ? ഇവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ തുറന്ന് പറയും. യാഹു അങ്ങനെയല്ല, മാനിപ്പുലേറ്റഡ് ആണ്. കേതു അങ്ങനെയാണ്, മനസ്സിലായില്ലേ? ബുധനും അങ്ങനെയാണ്. ഇതാണ് കാര്യം, മനസ്സിലായില്ലേ? അപ്പോൾ രാഹു എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. സോറി ചൊവ്വ. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ഇപ്പം ഈ ചൊവ്വയുടെ അഗ്നിശം പല രീതിയിലും പുറത്ത് വരും. എക്സാമ്പിൾ ഞാൻ പറയുന്ന പോലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോന്നാണ് വൃശ്ചികം നമ്മൾ കണ്ടിട്ടുണ്ട്. വൃശ്ചികം എന്തോന്നാണ്, ഇവരെല്ലാ ദേഷ്യവും ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് പതുക്കെ പുറത്തെടുക്കും. അതാണ് സൂക്ഷിക്കുള്ള. ചൊവ്വയിൽ ഏറ്റവും ഡേഞ്ചറായിട്ടുള്ളൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗഢ്യവും ഒക്കെ തന്നെയാണ്. ഇവർ ഉള്ളിൽ ദേഷ്യം ഇങ്ങനെ പുറത്ത് വയ്ക്കും. പക്ഷേ ദേഷ്യം പുറത്ത് വന്നു കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടത്തില്ല, കണ്ണ് കാണത്തില്ല. ഇവരെ നമുക്കൊന്നും പറഞ്ഞ് വഴട്ടാൻ പറ്റത്തില്ല. ഇവർക്ക് ദേഷ്യം വന്നാൽ കണ്ണ് കാണത്തില്ല, ആണ് കാര്യം, മനസ്സിലായില്ലേ? ഇതാണ് പറയുന്നത്, മനസ്സിലായി? ഇതാണ് കാര്യം. ഇതാണ് ചൊവ്വയെ പറ്റി പറയാനുള്ള കാര്യം. പിന്നെ ഇവിടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ മീഡിയം ഹൈറ്റാണ്. ഇപ്പം പിന്നെ ഈ ബോഡി ഗാർഡ് അതിൽ നിൽക്കുന്ന ആൾക്കാർ കാണും, മനസ്സിലായില്ലേ? ഇവരെല്ലാം ഇതിൻ്റെ ഒരു റേഡിയേഷനിൽ വരും. പിന്നെ യൂത്തായുള്ള പയ്യന്മാർ, ഇപ്പം 20 വയസ്സിന് മുകളിൽ 18 വയസ്സ് മുതൽ 30 വയസ്സിനിടയിലുള്ള ആൾക്കാർ, ഇവരെല്ലാം ചൊവ്വയുടെ റേഡിയേഷനിൽ വരും, മനസ്സിലായില്ലേ? പിന്നെ സ്പീഡിൽ ചെയ്യുന്ന ജോലി ഞാൻ പറഞ്ഞില്ലേ, യുദ്ധം ചെയ്യുന്നുള്ള മേഖലയുള്ള ജോലികളെല്ലാം. അപ്പോൾ ഇതൊക്കെയാണ് ചൊവ്വയുടെ ഇതിൽ വരുന്നത്, മനസ്സിലായില്ലേ?